ജീവിതത്തിൽ ദുഃഖത്തിന് കാരണം പുറത്തുള്ള കാര്യങ്ങളല്ല, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. ഉള്ളിൽ കോപമുണ്ട്, വിദ്വേഷമുണ്ട്, വെറുപ്പുണ്ട്, അസൂയയുണ്ട്, ഭയമുണ്ട്. ഈ വികാരങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നത് ചിന്തകളാണ് കാരണം. ചിന്തകൾ വികാരങ്ങളായിട്ട് മാറുമ്പോൾ അവിടെ മനസ്സ് ശാന്തമാവില്ല. ആ സമയത്ത് ചിന്തകളെ നിരീക്ഷിക്കുക, അതിനെ പോകാൻ അനുവദിക്കുക, ഒഴുകാൻ അനുവദിക്കുക. ഒരു ഭാരമുള്ള ഒരു വസ്തു ദൂരെ നിന്ന് നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് ഭാരമല്ല. ആ ഭാരമുള്ള വസ്തുവിനെ നമ്മൾ കാഴ്ചക്കാരനായിട്ടാണ് കാണുന്നത്. അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളെ നമ്മൾ കാഴ്ചക്കാരനായിട്ട് നോക്കുകയാണെങ്കിൽ ആ ചിന്തകൾ ഭാരമല്ല. ആ ഭാരമുള്ള ആ വസ്തു നമ്മൾ പിടിക്കുകയാണെങ്കിൽ, അതിനെ ചുമന്ന് നടക്കുകയാണെങ്കിൽ അത് നമുക്ക് ഭാരമാണ്. അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളെ പിടിച്ചു വയ്ക്കുകയാണെങ്കിൽ, അതിനെ ചുമന്ന് നടക്കുകയാണെങ്കിൽ അത് ഭാരമാണ്. ആ ഭാരം നമ്മെ വേദനയിലേക്ക് കൊണ്ടുപോകും. ചിന്തകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ നിന്ന് ചോദ്യങ്ങൾ വരും. എന്തുകൊണ്ടാണ് ഈ ചിന്തകൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത്? ഈ ചോദ്യം അവിടെ ഉണ്ടാകുമ്പോൾ ആ ചിന്തകളെ പിടിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനെ എതിർക്കുമ്പോൾ, ആ ചിന്തകളുമായിട്ട് മൽപ്പിടുത്തം നടത്തുമ്പോഴും ആ ചിന്തകളെ പിടിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ചിന്തകൾ അടങ്ങില്ല, മനസ്സ് ശാന്തമാവില്ല. ആ സമയത്ത് ഉള്ളിൽ വരുന്ന, ആവർത്തിച്ച് വരുന്ന ആ ചിന്തകളെ സ്വസ്ഥമായി ഇരുന്ന് നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. ചില സമയത്ത് ആഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ആഗ്രഹങ്ങൾ ശക്തമാകുമ്പോൾ അവിടെ തീവ്രമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകും. അവിടെ ആഗ്രഹങ്ങൾ അടങ്ങണം, ചിന്തകൾ അടങ്ങണം. ആ സമയത്താണ് മനസ്സ് ശാന്തമാവുക. ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ ഉണ്ട്. ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും ചിന്തകളെയും നിരീക്ഷിക്കുക. ആ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് കഴിഞ്ഞ കാലത്തും ഭാവി കാലത്തും ആണ്. അവിടേക്ക് മനസ്സ് പോകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ മനസ്സിനെ വേദനയിലേക്ക് കൊണ്ടുപോകും. അതേപോലെ ഒന്നിനോട് സ്നേഹമുണ്ട്, ആഴത്തിലുള്ള സ്നേഹമുണ്ട്. എത്ര കണ്ട് അതിന് ആഴമുണ്ടാകുന്നോ അത്ര കണ്ട് അവിടെ ചിന്തകൾ ശക്തമാകും. അതേപോലെ ഒന്നിനോട് സ്നേഹമില്ലായ്മയുണ്ട്, വെറുപ്പുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ ഉണ്ടാകും. ഈ ചിന്തകൾ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സ് ശാന്തമാവില്ല. ആ സമയത്ത് ആ സ്നേഹത്തെയും വെറുപ്പിനെയും അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളെയും നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. ചിന്തകൾ അടങ്ങി മനസ്സ് ശാന്തമാകും. ചില സമയത്ത് നമ്മളെ വിലയിരുത്താറുണ്ട്. നമുക്ക് ചുറ്റുള്ള ആളുകളെ വിലയിരുത്താറുണ്ട്. ചില വസ്തുക്കളെ വിലയിരുത്താറുണ്ട്. ഈ വിലയിരുത്തലുകൾ അവിടെ ഉണ്ടാകുമ്പോൾ അവിടെ ചിന്തകൾ ഉണ്ടാകുന്നുണ്ട്. ചില സമയത്ത് ഈ ചിന്തകൾ ശക്തമാകുന്നുണ്ട്. അത് വേദനയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ വിലയിരുത്തലുകളെ ശ്രദ്ധിക്കുക, ചിന്തകളെ ശ്രദ്ധിക്കുക. അപ്പോൾ വിലയിരുത്തലുകൾ അടങ്ങി ചിന്തകൾ അടങ്ങിയിട്ട് മനസ്സ് ശാന്തമാകുന്നതായിട്ട് നമുക്കറിയാൻ കഴിയും. ആസക്തികളും ആഗ്രഹങ്ങളും ഉണ്ട്. ഈ ആസക്തികളിൽ പെട്ടുകിടക്കുമ്പോഴും ചിന്തകൾ ഉണ്ടാവും.
അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മോചിതനാകാൻ നോക്കുമ്പോൾ, എതിർക്കുമ്പോൾ അത് ശക്തമായി നമ്മുടെ ഉള്ളിൽ നിലകൊള്ളുകയാണ് ചെയ്യുക. അപ്പോൾ ആസക്തികളെ ശ്രദ്ധിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളെ, വികാരങ്ങളെ ശ്രദ്ധിക്കുക. അതിലൂടെ ഈ ആസക്തികളുടെ ശക്തി കുറയുകയും ചിന്തകളുടെ ശക്തി കുറയുകയും വികാരങ്ങളുടെ ശക്തി കുറയുകയും ചെയ്തിട്ട് നമ്മുടെ മനസ്സ് ശാന്തമാകും. അതേപോലെ ചില ആളുകളുടെ വാക്കുകൾ അത് നമ്മെ വേദനിപ്പിക്കുന്നുണ്ട്. ചില ആളുകളുടെ വാക്കുകൾ നമുക്ക് സന്തോഷം നൽകുന്നുണ്ട്. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിൽക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ വരും. മനസ്സിന് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയില്ല. അപ്പോൾ ആ വാക്കുകളെ ശ്രദ്ധിക്കുക, ആ വാക്കുകൾ നമ്മളിലുണ്ടാക്കുന്ന ചിന്തകളെ ശ്രദ്ധിക്കുക, അതിലൂടെ ഉണ്ടാകുന്ന വികാരങ്ങളെ ശ്രദ്ധിക്കുക, ആഴത്തിൽ ശ്രദ്ധിക്കുക. ആ സമയത്ത് മനസ്സ് ശാന്തമാകുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയും. 50 ഗ്രാം ഭാരമുള്ള ഒരു ഗ്ലാസും വെള്ളവും ഞാൻ 1 മണിക്കൂർ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ കൈകൾ വേദനിക്കും. ഇത് ഒരു ദിവസം മുഴുവൻ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമ്മൾ എത്ര നേരം ചുമക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മൾ വേദന അനുഭവിക്കുന്നത്. ചിലപ്പോൾ മാസങ്ങളോളം ആ ചിന്തകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുമ്പോഴാണ് അത് വേദനയിലേക്കാണ് നമ്മൾ കൊണ്ട് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് മനസ്സിലുണ്ടാകുന്ന ആ ചിന്തകളെ നിരീക്ഷിക്കുക. ആ സമയത്ത് മനസ്സ് ശാന്തമാകുന്നതായിട്ട് നമുക്ക് അറിയാനും അനുഭവിക്കാനും സാധിക്കും. അതേപോലെ ചില സമയത്ത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ നമുക്ക് ഉണ്ടാകും. അത് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകും. അപ്പം വേറൊരാളുടെ ശരീരത്തിൽ വേദന എങ്ങനെയാണോ നമ്മൾ നോക്കിക്കാണുമ്പോൾ അതത്ര വേദന നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നില്ല. അതേപോലെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേദനയെ, അതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സ് സൃഷ്ടിക്കുന്ന വേദനയെ ആഴത്തിൽ ഒന്ന് നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. എന്ത് വില കൊടുത്തിട്ടും നമ്മൾ നമ്മുടെ മനസ്സിനെ രക്ഷിക്കുക. മനസ്സിനെ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിന് ആഴത്തിലുള്ള വിശ്രമം നൽകുക. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. മനസ്സ് വിശ്രമിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മുടെ മനസ്സ് ശാന്തമാവുന്നത്. ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും തടാകത്തിൻ്റെ അരികിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ശിഷ്യൻ തടാകത്തിലെ വെള്ളത്തിൽ നോക്കുന്ന സമയത്ത് ശിഷ്യൻ്റെ മുഖം വളരെ വ്യക്തമായിട്ട് ശിഷ്യൻ കണ്ടു. ഈ സമയത്ത് തടാകത്തിൻ്റെ അരികിൽ നിന്ന് ഒരു മരക്കൊമ്പ് വീണ് വെള്ളമാകെ ഒന്ന് താളം തെറ്റി കലങ്ങി. ആ സമയത്ത് ശിഷ്യൻ്റെ മുഖം വളരെ വികൃതമായതുപോലെ തോന്നി, ഒന്നും വ്യക്തമല്ല. ആ സമയത്ത് ഗുരു പറഞ്ഞു, നീ ആ വെള്ളം തെളിയുന്നത് വരെ കാത്തു നിൽക്കുക. ശിഷ്യൻ വെള്ളം തെളിയുന്നത് വരെ കാത്തു നിന്നു. കുറച്ച് കഴിഞ്ഞ സമയത്ത് ശിഷ്യൻ്റെ മുഖം വളരെ വ്യക്തമായിട്ട് ആ വെള്ളത്തിൽ കണ്ടു. ഇതേപോലെയാണ് നമ്മുടെ ഉള്ളിൽ ചില സാഹചര്യങ്ങളിൽ പെടുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ വരും. കാരണം അത് മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ്. പക്ഷേ ആ ചിന്തകളെ നമ്മൾ പിടിച്ചു വയ്ക്കരുത്. ശരിക്കും നമ്മൾ പിടിച്ചു വെക്കുമ്പോഴാണ് വേദന തരുന്നത്. അപ്പം ഞാൻ എൻ്റെ ചിന്തകളെ പിടിച്ചു വെച്ചത് കൊണ്ടാണ് ഞാൻ വേദനിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ആ സമയത്ത് ചിന്തകൾ വരുന്ന സമയത്ത് ഒന്നുകിൽ സാഹചര്യത്തെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്തും. ആ കുറ്റപ്പെടുത്തുന്ന ആളുകളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടാവും, അയൽക്കാരുണ്ടാവും, സുഹൃത്തുക്കളുണ്ടാവും. ശരിക്കും സൂക്ഷ്മമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ വേദനയ്ക്ക് നാം തന്നെയാണ് കാരണം. കാരണം ആ വേദനയെ ആഴത്തിൽ നിരീക്ഷിക്കുന്ന സമയത്ത് തന്നെ ആ വേദനയ്ക്ക് അവിടെ ശമനമുണ്ട്. കാരണം മനസ്സിൻ്റെ കളിയിൽപ്പെട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സ് അതിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പോവില്ല. അപ്പം മനസ്സിന്
ശക്തമാക്കാനും ആ സാഹചര്യങ്ങൾ നമുക്കായിട്ട് ഒരുക്കാനും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ